ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ 4th സെമ്മിലെ അടുത്ത സെക്ഷനായ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഓൺ സം ഇൻ്റർവൽ I കണ്ടെയ്നിങ് x0 the problem solve d raised to ny by dx raised to n equal to f of x, y, y dash etc. yn minus 1 subject to the condition y of x not equal to y naught, y dash of x not equal to y1 etc. yn minus 1th derivative of x not equal to yn minus 1 where y naught, y1 etc. yn minus 1 are arbitrarily specified real constant is called a initial value problem അഥവാ IVP. അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ, അതും അതിൻ്റെ കൂടെ സം കണ്ടീഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പം ഇത് രണ്ടും കൂടി വരുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് വിളിക്കും. ഈ കണ്ടീഷനെയാണ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ y ഓഫ് എക്സ് നോട്ട് ഈക്വൾ ടു വൈ നോട്ട് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ y ഈക്വൾ ടു വൈ നോട്ട് വെൻ എക്സ് ഈക്വൾ ടു എക്സ് നോട്ട്. എക്സിൻ്റെ വാല്യൂ എക്സ് നോട്ട് ആകുമ്പം വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? വൈ നോട്ട് ആയിരിക്കും. അതാണ് y ഓഫ് എക്സ് നോട്ട് ഈക്വൾ ടു വൈ നോട്ട് എന്ന് പറയുന്നത്. അതേപോലെ വൈ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൾ ടു വൈ വൺ എന്ന് പറയുന്നത് വൈ ഡാഷ് ഈക്വൾ ടു വൈ വൺ വെൻ എക്സ് ഈക്വൾ ടു എക്സ് നോട്ട്. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ IVPൻ്റെ ജനറൽ ഫോം എന്താ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ IVPൻ്റെ ജനറൽ ഫോം സോൾവ് dy by dx equal to f of xy subject to y of x not equal to y naught. y of x not equal to y naught എന്ന് പറഞ്ഞാൽ y equal to y naught then x equal to x naught. എക്സിൻ്റെ വാല്യൂ x naught ആകുമ്പോൾ വൈൻ്റെ വാല്യൂ y naught ആയിരിക്കും. ഓക്കെ, അതേപോലെ സെക്കൻഡ് ഓർഡർ IVPൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് d square y by dx square equal to f of x y y dash subject to the condition y of x not equal to y1 and y dash of x not equal to y1. Okay, y of x not equal to y naught and y dash of x not equal to y1. അതായത് y equal to y naught when x equal to x naught and y dash equal to y1 when x equal to x naught. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കാണാൻ നോക്കാം, എങ്ങനെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. y equal to c e raised to x is a one parameter family of the solution of a simple first order equation y dash equal to y. ഓക്കെ, അപ്പോൾ y ഡാഷ് ഈക്വൾ ടു y എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷനാണ് y ഈക്വൾ ടു സി റേസ്റ്റ് എക്സ്. വൺ പാരാമീറ്റർ ഫാമിലി എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണുള്ളത്, ഒറ്റ കോൺസ്റ്റൻ്റേ ഉള്ളൂ c എന്ന് പറയുന്നത്. സോ വൺ പാരാമീറ്റർ ഫാമിലിയാണ്. സോ y ഡാഷ് ഈക്വൾ ടു വൈൻ്റെ വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് ഇക്വേഷനാണ് y ഈക്വൾ ടു സി റേസ്റ്റ് എക്സ് ഓൺ ദി ഇൻ്റർവൽ -∞. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ, സിമ്പിളാണ്, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ y ഈക്വൾ ടു സി റേസ് ടു എക്സ്, y ഈക്വൾ ടു സി റേസ് ടു എക്സ് നമുക്ക് എന്താ കിട്ടേണ്ടത്? ഇത് y ഡാഷ് ഈക്വൾ ടു വൈൻ്റെ സൊല്യൂഷൻ ആണെന്ന് കിട്ടണം അല്ലേ. അപ്പോൾ LHSഉം RHSഉം സെയിം ആയിരിക്കണം. അപ്പോൾ y ഡാഷ് ഇവിടെ എന്താ വരിക? y ഈക്വൾ ടു സി റേസ് ടു എക്സ് ആണെങ്കിൽ y ഡാഷും എന്ത് തന്നെയാണ് വരിക? സി റേസ് ടു എക്സ് തന്നെ അല്ലേ. സി കോൺസ്റ്റൻ്റ് ആണ്, ഈ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈ റേസ് ടു എക്സ് തന്നെയാണ് വരിക. സോ y ഡാഷ് ഈക്വൾ ടു സി റേസ് ടു എക്സ്, അപ്പോൾ സി റേസ് ടു എക്സ് ഈക്വൾ ടു സി റേസ് ടു എക്സ് എന്ന് വരും. അപ്പോൾ എന്താണ് LHSഉം RHSഉം ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? y ഈക്വൾ ടു സി റേസ് ടു എക്സ് ഇസ് എ വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് y ഡാഷ് ഈക്വൾ ടു y. ഇനി നമുക്കിവിടെ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. കണ്ടീഷൻ നോക്കാം. y ഓഫ് 0 ഈക്വൾ ടു 3 ആണ്. y ഓഫ് 0 ഈക്വൾ ടു 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? y ഓഫ് 0 ഈക്വൾ ടു 3 എന്ന് പറഞ്ഞാൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? വൈൻ്റെ വാല്യൂ 3 ആയിരിക്കും വെൻ എക്സ് ഈക്വൾ ടു 0. എക്സ് 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എക്സ് 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം ഇവിടുന്ന്, സീൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ വൈൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 ഈക്വൾ ടു സി ഇൻറ്റു ഇ റേസ് ടു 0. എക്സ് 0 ആണ്, അപ്പോൾ ഇ റേസ് ടു 0, ഇ റേസ് ടു 0 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഈക്വൾ ടു സി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വൈ എന്ത് കിട്ടും? വൈ ഈക്വൾ ടു സിക്ക് പകരം 3 കൊടുക്കാം. അപ്പോൾ 3 ഇ റേസ് ടു എക്സ്. സോ വൈ ഈക്വൾ ടു 3 ഇ റേസ് ടു എക്സ് ഈസ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y dash equal to y with the condition y of 0 equal to 3. അപ്പോൾ y of 0 equal to 3 ആകുമ്പോൾ സൊല്യൂഷൻ എന്താണ് വരിക? y equal to 3 raised to x വരും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് y ഓഫ് 0 ഈക്വൾ ടു 3 ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ y ഓഫ് 0 ഈക്വൾ ടു 3 ആയിരുന്നു നമുക്ക് കണ്ടീഷൻ തന്നിട്ടുള്ളത്. അതിലിനി കണ്ടീഷൻ നമുക്കൊന്ന് മാറ്റി നോക്കാം. y ഓഫ് 1 ഈക്വൾ ടു -2 ആണെങ്കിൽ എന്താണ് c വരാൻ നോക്കാം. y ഓഫ് 1 ഈക്വൾ ടു -2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? y ഈക്വൾ ടു -2
y ഈക്വൾ ടു -2 വെൻ എക്സ് ഈക്വൾ ടു 1 അല്ലേ. എക്സ് 1 ആയിരിക്കുമ്പോൾ y -2 ആയിരിക്കും. അപ്പോൾ നമുക്ക് സീൻ്റെ വാല്യൂ കാണാം. സോ y ഈക്വൾ ടു c e⁻x ആണ് അല്ലേ. y ഈക്വൾ ടു c e⁻x ആണ്. അപ്പോൾ y എന്താണ് ഇവിടെ -2 ആണ്. സോ -2 ഈക്വൾ ടു c ഇൻറ്റു e⁻x എന്ത് വരും 1 വരും. അപ്പോൾ -2 ഈക്വൾ ടു c e⁻1 എന്ന് വരും. സോ c എന്താ വരിക -2/e⁻1 എന്ന് വരും. -2/e⁻1 എന്ന് വരും. ഇതിന് നമുക്കൊന്നും കൂടി എങ്ങനെ മാറ്റി എഴുതാം? -2 e⁻1 അല്ലേ. 1/e നമുക്ക് e⁻1 എന്ന് എഴുതി കൂടെ. അപ്പോൾ -2 e⁻1 വരും. സോ c ഈക്വൾ ടു -2 e⁻1. ഓക്കെ, c ഈക്വൾ ടു -2 e⁻1. അപ്പോൾ നമ്മുടെ y എന്താ വരിക? ദെർഫോർ y ഈക്വൾ ടു -2 എക്സിന് പകരം എന്ത് കൊടുക്കുക? -2 e⁻1 കൊടുക്കുക അല്ലേ. അപ്പോൾ y ഈക്വൾ ടു -2 e⁻1 ഇൻറ്റു c e⁻, എന്തായിരുന്നു സൊല്യൂഷന്? y ഈക്വൾ ടു c e⁻x ആണ് അല്ലേ. അപ്പോൾ നമുക്ക് c ആണ് -2 e⁻1 എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു എന്തും കൂടിയുണ്ട്, അതിൻ്റെ കൂടെ e⁻xും കൂടിയുണ്ട്. സോ -2 e⁻1 e⁻x എന്ന് വരും. ഇതെന്താ വരിക? ദിസ് ഇസ് ഈക്വൾ ടു -2 ഇൻറ്റു e⁻1 ഉണ്ട്, e⁻x ഉണ്ട്. അത് നമുക്ക് ഒരുമിച്ച് എഴുതിയാൽ e⁻x-1 എഴുതല്ലേ. സോ നമുക്കിവിടെ കിട്ടി y ഈക്വൾ ടു -2 e⁻x-1 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഇൻ്റർവെൽ I ഓഫ് ഡെഫിനിഷൻ ഓഫ് എ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇൻ്റർവെൽ I ഓഫ് ഡെഫിനിഷൻ ഓഫ് എ സൊല്യൂഷൻ. എന്താണ് സൊല്യൂഷൻസിൻ്റെ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്താ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. y' പ്ലസ് 2xy² ഈക്വൾ ടു 0. ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് y ഈക്വൾ ടു 1/x² + c എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കാം കേട്ടോ. y ഈക്വൾ ടു 1/x² + c, y' പ്ലസ് 2xy² ഈക്വൾ ടു 0ൻ്റെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? y നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ y' കാണണം. സോ y' കാണാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 കിട്ടുന്നോ നോക്കുക. അങ്ങനെയാണെങ്കിൽ LHSഉം RHSഉം സെയിം ആവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? y ഈക്വൾ ടു 1/x² + c ഇസ് എ സൊല്യൂഷൻ ഓഫ് y' പ്ലസ് 2xy² ഈക്വൾ ടു 0 എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻ നോക്കുക. ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ള എന്താണ്? y ഓഫ് 0 ഈക്വൾ ടു -1 ആണ്. സോ y ഓഫ് 0 ഈക്വൾ ടു -1 എന്ന് പറയുമ്പം yൻ്റെ വാല്യൂ എന്താണ്? y ഈക്വൾ ടു y ഓഫ് 0 ഈക്വൾ ടു -1 എന്ന് പറഞ്ഞാൽ y ഈക്വൾ ടു -1 വെൻ x ഈക്വൾ ടു 0 അല്ലേ. y ഈക്വൾ ടു -1 വെൻ x ഈക്വൾ ടു 0. അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? y ഈക്വൾ ടു 1/x² + 1 ആണ്. yക്ക് -1 കൊടുക്കണം. അപ്പോൾ -1 ഈക്വൾ ടു 1/x². x 0 ആണ്. അപ്പോൾ x² എന്ന് പറയുമ്പം 0 വരും. -1 ഈക്വൾ ടു 1/c എന്ന് വരും അല്ലേ. അപ്പോൾ cൻ്റെ വാല്യൂ എന്താ വരിക? c ഈക്വൾ ടു -c ഈക്വൾ ടു 1 വരും. സോ c ഈക്വൾ ടു -1. അപ്പോൾ cൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? -1 വരും. അപ്പോൾ സൊല്യൂഷൻ എന്താ വരിക? y ഈക്വൾ ടു 1/x² + c ആണ്. cൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ x² -1. സോ y ഈക്വൾ ടു 1/x² -1 വരും. ഓക്കെ, അതാണ് നമ്മുടെ തന്നിട്ടുള്ള ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷൻ എവിടെയാണോ ഡിഫൈൻഡ് ആയിട്ടുള്ളത് ആ ഒരു കേസിന്, ആ ഒരു ഇൻ്റർവെലിനെയാണ് നമ്മൾ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ y ഈക്വൾ ടു 1/x² -1. ഇവിടെ 1/x² -1 ആണ് അല്ലേ. ഇത് x² ഈക്വൾ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതായത് x² ഈക്വൾ ടു 1 എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ മീനിങ്? x ഈക്വൾ ടു, അതായത് y ഈക്വൾ ടു 1/x² -1 ആണ്. അപ്പോൾ x² -1 0 ആകുമ്പോൾ y ഡിഫൈൻഡ് അല്ല. x² -1 0 എന്ന് പറയുമ്പോൾ x² ഈക്വൾ ടു 1ൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല അല്ലേ. y ഡിഫൈൻഡ് അല്ല. x² ഈക്വൾ ടു 1 എന്ന് പറഞ്ഞാൽ x ഈക്വൾ ടു +or-1ൽ ഫംഗ്ഷൻ എന്തല്ല? ഡിഫൈൻഡ് അല്ല. ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലെങ്കിൽ പിന്നെ അവിടെ കണ്ടിന്യൂസും ആവില്ല, ഡിഫറൻഷ്യബിളും ആവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർവെൽ ഓഫ് സൊല്യൂഷൻ നോക്കാം. ദ ഇൻ്റർവെൽ I of definition of y equal to 1/x² -1
could be taken to be any interval over which y of x is defined, differentiable and contains the initial point x naught. അതായത് ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഏതൊരു ഇൻ്റർവെല്ലും ആവാം. അതായത് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻ്റർവെൽ ആവണം. പിന്നെ ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ആൻഡ് എന്തും കൂടി അതിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? നമ്മുടെ ഇനീഷ്യൽ പോയിൻ്റ് എക്സ് ഈക്വൾ ടു 0, അതായത് വൈ ഓഫ് എക്സ് നോട്ട് ഈക്വൾ ടു അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അതായത് വൈ ഓഫ് 0 ഈക്വൾ ടു ആണ് നമുക്ക് തന്നത്. വൈ ഓഫ് 0 ഈക്വൾ ടു -1 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൾ ടു 0 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഇനീഷ്യൽ പോയിൻ്റ്, അപ്പോൾ ഇനീഷ്യൽ പോയിൻ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻ്റർവെൽ ആയിരിക്കണം നമ്മുടെ ഇൻ്റർവെലാണ് നമ്മുടെ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എക്സ് ഈക്വൾ ടു +or-1 ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മുടെ റിയൽ ലൈനിൽ +1ഉം -1നെയും ഒഴിവാക്കിയിട്ട് കിട്ടുന്ന ഇൻ്റർവെൽ ഏതാണോ അതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻ്റർവെല്ലുകൾ വരിക. അതിൽ എക്സ് ഈക്വൾ ടു 0 ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നമ്മുടെ ഇനീഷ്യൽ പോയിൻ്റ് ഉള്ള ഇൻ്റർവെൽ ഏതാണോ അതാണ് നമ്മുടെ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇൻ്റർവെൽസ് വരിക? ഒന്ന് ഈ -1നെയും 1നെയും ഒഴിവാക്കണം അല്ലേ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ എടുക്കുക. അപ്പോൾ -∞ ടു -1 വരെ, -∞ ടു -1 വരെ. പിന്നെ -1 മുതൽ ഓപ്പൺ -1 ടു ഓപ്പൺ 1 വരെ എടുക്കുക. ഓപ്പൺ -1 ടു ഓപ്പൺ 1, പിന്നെ ഓപ്പൺ 1 ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർവെൽസുകൾ വരുന്നത്. ഏതൊക്കെയാണ്? -∞, -1, -1, 1, 1 ∞. എന്തുകൊണ്ട് അങ്ങനെ എടുത്തതെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഫംഗ്ഷൻ y = 1/x² -1 ആണ്. x² -1 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതായത് x² = +1 ആകുമ്പോൾ, അതായത് x = +or-1 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ 1നെയും -1നെയും ഒഴിവാക്കിയിട്ടുള്ള ഇൻ്റർവെൽസ് ആണ് ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ വരിക -∞ ടു -1ഉം -1 ടു 1ഉം 1 ടു ഇൻഫിനിറ്റിയും ആണ്. അതിൽ x = 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ പോയിൻ്റ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്നാണ് കേട്ടോ. ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താ തന്നിട്ടുള്ളത്? y of 0 = -1 എന്നാണ്. അതായത് എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 0 ആണ്. അതാണ് നമ്മുടെ ഇനീഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഇനീഷ്യൽ പോയിൻ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻ്റർവെൽ ഏതാണോ അതാണ് ഇവിടുത്തെ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ ഓഫ് IVP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻ്റർവെൽ ഏതാണ്? ഇത് മൂന്നെണ്ണത്തിനും 0 ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് ഇൻ്റർവെല്ലിലാണ്? -1, 1 ഓപ്പൺ ഇൻ്റർവെൽ -1, 1ലാണ് 0 ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നോക്കാം. The largest interval for which this is true is -1, 1 open -1, 1. ഇതാണ് ഇവിടുത്തെ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ ഓഫ് ദി IVP എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ IVPൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: x = c1 cos 4t plus c2 sin 4t is a two-parameter family of the solution of x" plus 16x = 0. x എന്ന് പറയുന്നത് c1 cos 4t plus c2 sin 4t ആണ്. 2 പാരാമീറ്റർ ഫാമിലി ആണ്. 2 പാരാമീറ്റർ ഫാമിലി എന്ന് പറയാൻ കാരണം 2 പാരാമീറ്റർ ഉണ്ട്, c1ഉം c2 ഉണ്ട്. സോ ദിസ് ഇസ് എ 2 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ ഓഫ് x" plus 16x = 0. ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. x = c1 cos 4t plus c2 sin 4t എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, അത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കാണാം? അവിടെ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, അത് നോക്കാം. അടുത്ത ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം x" plus 16x = 0 with the condition x of π/2 = -2 and x' of π/2 = 1. സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ 2 ഇനീഷ്യൽ കണ്ടീഷൻസ് വേണം. അതായത് 2 ഇനീഷ്യൽ കണ്ടീഷൻ തരുന്നത് എന്താ വെച്ചാൽ നമുക്ക് 2 പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലേ, c1ഉം c2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് തരുന്നത്. അപ്പോൾ x of π/2 = -2ഉം x' of π/2 = 1ഉം ആണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം? നമ്മുടെ c1ഉം c2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക്
ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ് ഈക്വൾ ടു C1 cos 4t പ്ലസ് C2 sin 4t എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 16x ഈക്വൾ ടു 0ൻ്റെ സൊല്യൂഷൻ ആണോ ഇതെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ളത് എക്സ് ഓഫ് 5/2 ഈക്വൾ ടു -2 ആണ്. എക്സ് ഓഫ് 5/2 ഈക്വൾ ടു -2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എക്സ് ഈക്വൾ ടു -2 വെൻ ടി ഈക്വൾ ടു, ഇവിടെ ടിയിലാണ് കേട്ടോ, വൈക്ക് പകരം എക്സും എക്സിന് പകരം ടിയും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എക്സ് ഓഫ് 5/2 ഈക്വൾ ടു -2 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൾ ടു -2 വെൻ ടി ഈക്വൾ ടു π/2. അപ്പോൾ നമുക്കിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൾ ടു C1 cos 4t പ്ലസ് C2 sin 4t ആണ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? എക്സ് ഓഫ് 5/2 ഈക്വൾ ടു -2, എക്സ് ഈക്വൾ ടു -2 ആണ്. അപ്പോൾ -2 ഈക്വൾ ടു C1 ഇൻറ്റു കോസ് 4 ഇൻറ്റു ടി എന്താ വരുന്നത്? 5/2 പ്ലസ് C2 ഇൻറ്റു സൈൻ 4 ഇൻറ്റു ടി എന്താ വരുന്നത്? π/2. അപ്പോൾ എന്ത് വരും? -2 ഈക്വൾ ടു C1 കോസ് 4π/2 എന്ന് പറയുമ്പോൾ 2π പ്ലസ് C2 സൈൻ 4π/2 എന്ന് പറയുമ്പോൾ 2π. ഇനി ഇതിൻ്റെ വാല്യൂ കാണണം. -2 ഈക്വൾ ടു C1 ഇൻറ്റു കോസ് 2π എന്താണ്? നമുക്കറിയാം കോസ് nπ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താ? കോസ് nπ ഈക്വൾ ടു -1 ഹോൾ റേസ് ടു n ആണ്. അതേപോലെ സൈൻ nπ എന്താണ്? 0 ആണ്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസൾട്ട് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. കോസ് nπ ഈക്വൾ ടു -1 ഹോൾ റേസ് ടു n ഉം സൈൻ nπ 0 ആണ്. അപ്പോൾ കോസ് 2π എന്താ വരിക? -1 ഹോൾ സ്ക്വയർ വരും അല്ലേ? n-ന് പകരം 2, -1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണ് വരിക. അപ്പോൾ C1 ഇൻറ്റു 1 പ്ലസ് C2 ഇൻറ്റു സൈൻ nπ, സൈൻ nπ 0 ആണ്. അപ്പോൾ സൈൻ 2πയും 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2 ഈക്വൾ ടു C1 കിട്ടും. ഓക്കെ, അപ്പോൾ -2 ഈക്വൾ ടു C1 അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താ വരിക? എക്സ് ഈക്വൾ ടു -2 കോസ് 4t പ്ലസ് C2 സൈൻ 4t എന്ന് വരും. അപ്പോൾ നമുക്ക് C1ൻ്റെ വാല്യൂ മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് C2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനൊരു ഇനീഷ്യൽ കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട് അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് C2ൻ്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ എക്സ് ഈക്വൾ ടു -2 കോസ് 4t പ്ലസ് C2 സൈൻ 4t. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇപ്പോഴത്തെ സൊല്യൂഷന്. രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു തന്നിട്ടുള്ളത്? രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എക്സ് ഡാഷ് ഓഫ് π/2 ഈക്വൾ ടു 1 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ് ഡാഷ് ഓഫ് π/2 ഈക്വൾ ടു 1 ആണ് അല്ലേ? 1 അല്ലേ? എക്സ് ഡാഷ് ഓഫ് π/2 ഈക്വൾ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ആണുള്ളത്, നമുക്ക് എക്സ് ഡാഷ് കാണണം അല്ലേ? അപ്പോൾ എക്സ് ഡാഷ് എന്താ വരിക? എക്സ് ഡാഷ് ഈക്വൾ ടു -2 ഇൻറ്റു കോസ് 4tൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 4t ഇൻറ്റു 4 പ്ലസ് C2 സൈൻ 4tൻ്റെ ഡെറിവേറ്റീവ് C2 ഇൻറ്റു കോസ് 4t ഇൻറ്റു 4. ഓക്കെ, അപ്പോൾ എന്താ വരിക? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 2 ഇൻറ്റു 4 8 ആകും അല്ലേ? അപ്പോൾ 8 സൈൻ 4t പ്ലസ് C2 4 വരും അല്ലേ? അതായത് 4 C2 കോസ് 4t. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഡാഷ് കിട്ടി. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുക. എക്സ് ഡാഷ് ഓഫ് π/2 ഈക്വൾ ടു 1 ആണ്. അപ്പോൾ എക്സ് ഡാഷിന് 1 കൊടുക്കാം. 1 ഈക്വൾ ടു എക്സ് ഇൻറ്റു സൈൻ 4 ഇൻറ്റു π/2 പ്ലസ് 4 ഇൻറ്റു C2 ഇൻറ്റു കോസ് 4 ഇൻറ്റു π/2. ഓക്കെ, അപ്പോൾ എന്ത് വരും? 8 ഇൻറ്റു സൈൻ 4π/2 എന്ന് പറഞ്ഞാൽ 2π പ്ലസ് 4C2 കോസ് 4π/2 എന്ന് പറഞ്ഞാൽ കോസ് 4π/2 എന്താണ് വരിക? കോസ് 2π വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൾ ടു സൈൻ 2π നമ്മൾ നേരത്തെ പറഞ്ഞു 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആവും. പ്ലസ് 4 ഇൻറ്റു C2 ഇൻറ്റു എന്താ വരിക? കോസ് 2π 1 ആണ്. അപ്പോൾ 4C2 ഈക്വൾ ടു 1 എന്ന് വരും അല്ലേ? 4C2 ഈക്വൾ ടു 1 എന്ന് വരും. C2 എന്താണ് വരിക? 1/4 വരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ വരും? എക്സ് ഈക്വൾ ടു -2 കോസ് 4t പ്ലസ് 1/4 സൈൻ 4t എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. എക്സ് ഈക്വൾ ടു -2 കോസ് 4t പ്ലസ് 1/4 സൈൻ 4t. ഓക്കെ,
അടുത്തതായിട്ട് നമുക്കിതിൽ നോക്കാനുള്ളത് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറാണ്. തിയറം നോക്കാം. Existence and uniqueness of a solution. Let R be a rectangular region in the xy plane defined by a less than or equal to x less than or equal to b, c less than or equal to y less than or equal to b. R എന്ന് പറയുന്നത് ഒരു rectangular region ആണ് in the xy plane defined by x-ൻ്റെ region എന്ന് പറയുന്നത് a to b ആണ്. അതേപോലെ y-ൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് c to d ആണ്. അപ്പോൾ x എവിടെ മുതൽ എവിടെ വരെ a to b യും അതേപോലെ y എന്ന് പറയുന്നത് c to d യും. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. R എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ റീജിയൺ ആണ്. ഓക്കെ, ദാറ്റ് കണ്ടെയ്ൻസ് ദി പോയിൻറ്റ് x0 y0 ഇൻ ഇറ്റ്സ് ഇൻറ്റീരിയർ. അതായത് x0 y0 നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് എന്ത് x0 y0 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്. അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആണ് x0 y0 എന്ന് പറയുന്നത്. Okay, if f of xy and dou f by dou y are continuous on R, അതായത് എഫ് ഓഫ് എക്സ് വൈയും എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഡി വൈ ബൈ ഡി എക്സ് ആണല്ലേ. ഡി വൈ ബൈ ഡി എക്സ് ഇക്വൾ എഫ് ഓഫ് എക്സ് വൈ, അതാണ് നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈയും പിന്നെ അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തതും കണ്ടിന്യൂസ് ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് വൈയും ഡോ എഫ് ബൈ ഡോ വൈയും കണ്ടിന്യൂസ് ആണെങ്കിൽ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ പറയുന്നത്, ദെൻ ദർ എക്സിസ്റ്റ് സം ഇൻറ്റർവൽ ഐ നോട്ട്. ഐ നോട്ട് എന്ന് പറയുന്ന ഇൻറ്റർവൽ എങ്ങനെ നമുക്ക് എടുക്കാം, എക്സ് നോട്ട് മൈനസ് എച്ച് എക്സ് നോട്ട് പ്ലസ് എച്ച്. അതായത് ഇതാണ് നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിൻ്റ്. ഇവിടെയാണ് വരിക. ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട്, അതിൽ എക്സ് ആക്സിസിൽ വരുന്നതാണ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എച്ചും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എച്ചും എടുക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു റീജിയാണ്, ഇതാണ് അവിടെ വരുന്നത്. ഇതാണ് നമ്മുടെ ഐ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എക്സ് നോട്ട് ഉള്ളതെങ്കിൽ, ഇവിടെയാണ് എക്സ് നോട്ട് വരുന്നതെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എച്ച് കൊടുക്കുക, ഇങ്ങോട്ടേക്ക് ഒരു എച്ച് കൊടുക്കുക. അപ്പോൾ എക്സ് നോട്ട് മൈനസ് എച്ചും എക്സ് നോട്ട് പ്ലസ് എച്ചും. ഓക്കെ, അപ്പോൾ ഐ നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ട് മൈനസ് എച്ച് എക്സ് നോട്ട് പ്ലസ് എച്ച് കോമ എച്ച് ഗ്രേറ്റർ ദാൻ 0 കണ്ടെയ്ൻഡ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അപ്പോൾ അതായത് നമ്മുടെ ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻ്റർവെല്ലാണ് ഈ ഐ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, and a unique function y of x defined on I naught, that is a solution of the initial value problem dy by dx equal to f of xy, dy by dx equal to f of xy with y of x naught equal to y naught. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് പറയുന്നത്, ഇങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആർ എന്ന് പറഞ്ഞ റെക്റ്റാങ്കുലർ റീജിയൻ, ആർ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ റീജിയൻ ആണ്. അവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈയും ഡോ എഫ് ബൈ ഡോ വൈയും കണ്ടിന്യൂസും ആണെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് സം ഇൻറ്റർവൽ ഐ നോട്ട്. അങ്ങനെ ഒരു ഐ നോട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റർവൽ എക്സിസ്റ്റ് ചെയ്യും. ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിൻ്റെ ഉള്ളിൽ ഐ നോട്ട് എന്ന് പറഞ്ഞൊരു ഇൻറ്റർവൽ എക്സിസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് വൈ വൈ ഓഫ് എക്സ് നോട്ട് ഈക്വൾ ടു വൈ നോട്ട് എന്ന് പറയുന്ന ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനൊരു യുണീക്ക് സൊല്യൂഷൻ വൈ ഓഫ് എക്സ് ആ ഒരു ഇൻറ്റർവലിൽ, ഈ ഒരു ഐ നോട്ട് എന്ന് പറഞ്ഞ ഇൻ്റർവലിൽ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇവിടെ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറം പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.